ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് കുറച്ച് വിശേഷങ്ങളൊക്കെ ഷെയർ ചെയ്യാനുണ്ട്. ഇന്നത്തെ ദിവസത്തിലുള്ള കുറച്ച് പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്ന വീഡിയോ ആണ് ഇന്നത്തേത്. വീഡിയോ ഫുള്ളായിട്ട് കണ്ടൊക്കെ കണ്ടിഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റും കൂടെ ചെയ്യണേ. അപ്പോൾ ഇതാ ഗാർഡനൊക്കെ ഫ്ലവർ ഗാർഡനൊക്കെ ഭയങ്കരമായിട്ട് വൃത്തികേടായിട്ട് കിടക്കുകയായിരുന്നു. അപ്പോൾ മഴ ആയതുകൊണ്ട് ഈ ഒരു ഭാഗത്തേക്കൊന്നും അങ്ങനെ ശ്രദ്ധിച്ചിട്ടില്ലായിരുന്നു. പിന്നെ നമ്മൾ അധികമൊന്നും മുറ്റത്തേക്ക് ഇറങ്ങില്ലല്ലോ മഴയാകുമ്പോൾ. അപ്പോൾ അങ്ങനെ ആയതുകൊണ്ട് ആകെ കാട് പിടിച്ച് പൂക്കളല്ലാത്ത കുറേ ചെടികളും കാടും എല്ലാം കൂടെ ആകെ വൃത്തികേടായിട്ട് കിടക്കുകയായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് വൃത്തിയായി ക്ലീൻ ആക്കുന്ന ഒരു പരിപാടിയിലാണ്. അപ്പോൾ ഞാൻ ഫ്ലവർ ഗാർഡൻ എന്ന് പറയുമ്പോൾ വലിയൊരു ഏരിയയിൽ കുറേ പൂക്കളും അങ്ങനെയൊന്നുമല്ല. ഞങ്ങളുടെ വീടിൻ്റെ മുറ്റത്ത് കുറച്ച് സ്ഥലത്ത് കുറച്ച് പൂക്കളൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് വൃത്തിയാക്കിയിട്ടുള്ള കുറച്ച് പരിപാടികളാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത്. ഇതിൻ്റെ കുറച്ച് പരിപാടികളൊക്കെ കഴിഞ്ഞതിന് ശേഷം ഒരു സ്ഥലത്തേക്ക് പോകാനുണ്ട്. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് വേണം അങ്ങോട്ട് പോകാൻ. അത് എങ്ങോട്ടേക്കാണ് എന്തിനാണെന്നൊക്കെ ഞാൻ വീഡിയോയിൽ പറയുന്നുണ്ട്. അപ്പോൾ ഇതാ പൂക്കള ഭാഗങ്ങളൊക്കെ ഒന്ന് ക്ലീൻ ആക്കാനായിട്ട് പൊന്നു ഹെൽപ്പറായിട്ട് കൂടെ തന്നെ കൂടിയിട്ടുണ്ട്. അപ്പോൾ ഇത് ഞങ്ങൾ കുറച്ച് മുമ്പ് തന്നെ ചട്ടിയിൽ ഒരുപാട് പൂക്കൾ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ചട്ടിയൊക്കെ അതിലുള്ള മണ്ണും ഇതൊക്കെ ഒന്ന് ക്ലീൻ ആക്കി ചട്ടി കഴുകി വെച്ചതാണ്. അപ്പോൾ അതിലുള്ള മണ്ണ് കൊട്ടിയപ്പോൾ അത് ഏകദേശം നമ്മൾ ചെറുതാമ്പെല്ലാം പുട്ട് ചുട്ട് കളിക്കൂലേ, ഈ മണ്ണപ്പം എന്നൊക്കെ പറയുന്നത്, ആ ഒരു ഷേപ്പിലാണ് വന്നിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് കളിക്കുകയാണ്. മണ്ണിലേക്ക് കളിക്കാൻ ഒരുപാട് ഇഷ്ടമുള്ള ഒരാളാണ് പൊന്നു കേട്ടോ. അപ്പോൾ ഗാർഡൻ്റെ പണി ഏകദേശം പകുതി ആയപ്പോൾ ഞങ്ങൾ നിർത്തി വെച്ചു. അതിന് ശേഷം ഉച്ച കഴിഞ്ഞ് ഫുഡെല്ലാം കഴിച്ച് കഴിഞ്ഞ് ഞങ്ങൾ ഇപ്പോൾ ഒരു സ്ഥലത്തേക്ക് പോവുകയാണ്. അപ്പോൾ അത് ഗാർഡൻ്റെ ആ ഒരു പണിയെല്ലാം ഫുള്ള് കഴിഞ്ഞതിന് ശേഷം എങ്ങനെയാണുള്ളതെന്ന് ഞാൻ ഒരു വീഡിയോയിൽ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇപ്പോൾ ഞങ്ങൾ പോകുന്നത് ഒരു ഡ്രസ്സ് എടുക്കാനാണ് കേട്ടോ. എനിക്കൊരു ഫങ്ഷൻ വരുന്നുണ്ട്. അപ്പോൾ അതിനായിട്ട് ഡ്രസ്സ് എടുക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഞങ്ങൾ പോകുന്നത്. ഡ്രസ്സ് എന്ന് വെച്ചാൽ സാരിയാണ് എടുക്കേണ്ടത്. അപ്പോൾ ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് ഓട്ടോ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഓട്ടോയിൽ പോവുകയാണ്. ഇനിയിപ്പോൾ ബസ് കയറിയിട്ട് വേണം ടൗണിലേക്ക് പോകാൻ. അപ്പോൾ ഞാൻ ഈ വീഡിയോ എടുക്കാൻ തന്നെ കാരണം ഞാൻ ഏകദേശം ഒരു 6 വർഷത്തോളമായി സാരി ഉടുത്തിട്ട്. ഞാൻ കോളേജിൽ പഠിക്കുന്ന ടൈം എടുത്തതായിരുന്നു. പിന്നെ ഞാൻ ഇതുവരെ സാരി എടുത്തിട്ടില്ല. അപ്പോൾ ഈ ഒരു ഫംഗ്ഷന് ഞങ്ങളെല്ലാവരും കൂടെ സാരിയാണ് എടുക്കാൻ പ്ലാൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നല്ലൊരു സാരി എടുക്കണം. അതിന് വേണ്ടിയിട്ടാണ് നമ്മളിപ്പോൾ പോകുന്നത്. അപ്പോൾ ആ ഒരു ചെറിയൊരു വിശേഷങ്ങളാണ് ഞാൻ കാണിക്കുന്നത്. പോകുന്നതിന് മുമ്പ് തന്നെ ഞാൻ എൻ്റെ ബാഗിൽ ഒരു 5-6 ലേസിൻ്റെ പാക്കറ്റും പിന്നെ ഒരു ഫ്രൂട്ടിയൊക്കെ വാങ്ങി സെറ്റാക്കിയിട്ടുണ്ടായിരുന്നു. അതെന്തിനാന്ന് വെച്ചാൽ പൊന്നു കൂടെ ഉണ്ടാകുമ്പോൾ അവൾക്ക് എപ്പോഴും എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ കുറിച്ചുകൊണ്ടിരിക്കണം. അതിന് വേണ്ടിയിട്ട് ഞാൻ എപ്പോഴും അവളെ കൂട്ടി പോകുമ്പോൾ ഇതൊക്കെ വാങ്ങി ബാഗിൽ വെക്കാറുണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങൾക്ക് ബസ് കിട്ടി. അപ്പോൾ ഞങ്ങൾ ബസ്സിൽ പോവുകയാണ്. നല്ല തിരക്കായിരുന്നു ബസ്സിൽ. അതുകൊണ്ട് എനിക്ക് കൂടുതൽ വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റിയിട്ടില്ല. അപ്പോൾ ഞങ്ങൾ ടൗണിലെത്തിയിട്ട് നല്ലൊരു ഷോപ്പ് നോക്കി പോവുകയാണ്. ഞാൻ എപ്പോഴും ഡ്രസ്സൊക്കെ എടുക്കാൻ പോകുമ്പോൾ എൻ്റെ വീട്ടിലാണെങ്കിൽ ആരെങ്കിലുമൊക്കെ കൂട്ടിയിട്ടാണ് പോവുക. ഒറ്റയ്ക്ക് പോകുമ്പോൾ എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഒരു കംഫർട്ടായിട്ട് നമുക്കൊന്നും സെലക്ട് ചെയ്യാൻ പറ്റില്ല. കാരണം ഇത് രസം ഉണ്ടാവുമോ, എനിക്ക് മാച്ച് ആവുമോ, അങ്ങനെയൊക്കെയുള്ളൊരു ടെൻഷനായിരിക്കും. അപ്പോൾ കൂടെ ഒരാളുണ്ടെങ്കിൽ നമുക്ക് എപ്പോഴും അഭിപ്രായങ്ങൾ ചോദിക്കാനൊക്കെ നല്ലതല്ലേ. അധികവും ഞാൻ ഉമ്മച്ചീനെ കൂട്ടിയിട്ട് തന്നെയാണ് ഡ്രസ്സൊക്കെ എടുക്കാൻ പോകുമ്പോൾ പോവാറുള്ളത്. അപ്പോൾ ഞങ്ങൾ ഫസ്റ്റ് ഒരു ഷോപ്പിൽ കയറിയിട്ട് സാരി ആദ്യം ഞങ്ങൾ സാരീൻ്റെ മെറ്റീരിയലായിരുന്നു നോക്കിയിട്ടുണ്ടായിരുന്നു. നമ്മൾ മുറിച്ച് വാങ്ങുന്ന തുണി ഉണ്ടാവില്ലേ, അങ്ങനത്തെ ആയിരുന്നു. അപ്പോൾ അത് സെറ്റ് ആവാത്ത കണ്ടപ്പോൾ ഭയങ്കര കളർഫുള്ളായിട്ടുള്ള കളറായിരുന്നു. അപ്പോൾ അത് സെറ്റ് ആവാത്ത കണ്ടപ്പോൾ ഞങ്ങൾ സാരി തന്നെ ബ്ലൗസെല്ലാം സെറ്റായിട്ട് വരുന്നതുണ്ടോ നോക്കിട്ടോ. മെയിൻ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ എനിക്ക് സാരിയിൽ അങ്ങനെ വലിയ മോഡലൊന്നും അറിയില്ല. ഞാൻ അങ്ങനെ സാരി കൂടുതലായിട്ട് ഉപയോഗിച്ച ഒരാളുമല്ല. അപ്പോൾ ഞാൻ ഒരു 6 വർഷം മുമ്പോ 5 വർഷം മുമ്പാണെന്ന് തോന്നുന്നു കോളേജിലേക്ക് പോകുമ്പോഴായിട്ടാണ് ഒരു വട്ടം സാരി ഉടുത്തിട്ടുള്ളത്. അതുകൊണ്ട് പിന്നെ ഞങ്ങൾ സാരി ഉടുത്തിട്ടേ ഇല്ല. അപ്പോൾ ഞങ്ങൾ ഫസ്റ്റ് ഒരു കടയിൽ കയറിയിട്ട് അവിടെ നിന്ന് അങ്ങനെ ഒന്നും ഇഷ്ടപ്പെടാത്തതുകൊണ്ട് ഞങ്ങൾ വേറൊരു കടയിൽ കയറിയിട്ടുണ്ടായിരുന്നു. അവിടെ ഏകദേശം ഓൾമോസ്റ്റ് എല്ലാം നല്ല കളക്ഷൻസ് ആയിരുന്നു. അപ്പോൾ അതിൽ 1-2 ഒന്ന് റെഡിയാക്കി നോക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവിടുന്ന് ഏകദേശം ഒരു സാരി എല്ലാം സെറ്റായി. അപ്പോൾ അത് ഞങ്ങൾ എടുത്ത് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇനി സാരി ഏതാണെന്നൊക്കെ ഞാൻ ആ ഫംഗ്ഷൻ്റെ വീഡിയോ ഇൻഷാല്ല ചിലപ്പോൾ ഞാൻ എടുക്കുന്നതായിരിക്കും. അപ്പോൾ അങ്ങനെ എടുക്കുകയാണെങ്കിൽ ഞാൻ ആ വീഡിയോയിൽ കാണിക്കും ഞാൻ ഏതാ സാരി അന്ന് വാങ്ങിയതെന്നൊക്കെ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. പുതിയൊരു വീഡിയോയും വിശേഷങ്ങളായിട്ട് വീണ്ടും കാണുന്നത് വരെ ഓക്കെ ഫ്രണ്ട്സ്, താങ്ക്സ് ഫോർ വാച്ചിങ്.